അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു നബിയില്ലാഹ് അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പാകെ ആഗതരായതിൻ്റെ ഉദ്ദേശം ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട എന്തുകൊണ്ടും ആദ്യ അറബ് പടയോട്ടം വഹിച്ച ധീര യോദ്ധാവിനെ പറ്റി ആവിഷ്കരിക്കാനാണ്. അതെ, ഞങ്ങളുടെ കഥയുടെ പേര് സിന്ധിന്റെ പടനായകൻ. അതെ, സിന്ധിന്റെ പടനായകൻ. അഖില ചരാചര സൃഷ്ടാവിൽ നാം ഹംദോദി പാടിടാം. അഴകിൽ ത്വാഹ നബിയോരിൽ സ്വലവാത്തു മുരത്തിടാം. അഴകിൽ ത്വാഹ നബിയോരിൽ സ്വലവാത്തു മുരത്തിടാം. അഖില ചരാചര സൃഷ്ടാവിൽ നാം ഹംദോദി പാടിടാം. അഴകിൽ ത്വാഹ നബിയോരിൽ സ്വലവാത്തു മുരത്തിടാം. അഴകിൽ ത്വാഹ നബിയോരിൽ സ്വലവാത്തു മുരത്തിടാം. അറേബ്യയുടെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്ത് സേരാവത് മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമം. അവിടെ നെൽകൃഷിയാലും മുന്തിരിത്തോട്ടങ്ങളാലും നിബിഡമായ ത്വായിഫിലേത് തന്നെ പ്രധാന അമവി ഗോത്രമാണ് സാക്കഫ്. സാക്കഫിലേത് തന്നെ ഉയർന്ന അമവി ഉദ്യോഗസ്ഥനാണ് കാസിമും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹബീബയും ഏറെ സന്തോഷത്തിലാണ്. എന്താണെന്നല്ലേ, വൈകാതെ അവർക്കൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു. തനിക്കൊരാൺ തിരികെ തരണമേ എന്ന് കാസിം രാപ്പകൽ വേദമന്യേ റബ്ബിനോട് പ്രാർത്ഥിച്ചു. വൈകാതെ അവർക്കൊരാൺ കുഞ്ഞ് പിറന്നു. ജനിച്ച ഉടനെ കാസിം തൻ്റെ കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്ക് വിളിച്ച് താൻ മനസ്സിൽ കണ്ട ആ പേര് കാതിൽ ഉച്ചരിച്ചു. എന്താണ് ആ പേര്? മനസ്സിൽ മധുരം കിനിയും അഴക് മദതും മുടയോൻ്റെ റസൂലരെ നാമമത് അസ്രമുല്ല വിരിഞ്ഞ മുഹമ്മദരേ. മനസ്സിൽ മധുരം കിനിയും അഴക് മദതും മുടയോൻ്റെ റസൂലരെ നാമമത് അസ്രമുല്ല വിരിഞ്ഞ മുഹമ്മദരേ. ആരംഭ പൈതലിനേറെ കണ്ടില്ല അബിനേ. ആ ഖൈറിൻ പൂമുഖ റബ്ബിൻ തേടുന്നു തണലേ. ആരംഭ പൈതലിനേറെ കണ്ടില്ല അബിനേ. ആ ഖൈറിൻ പൂമുഖ റബ്ബിൻ തേടുന്നു തണലേ. അതേന്താന തിരുവിന് സബബായൊരു ഹൽക്കില്ല. ആലമിലകിലം കീർത്തി നിറഞ്ഞൊരു പേരും അയിലില്ല. മുഹമ്മദ്, അതെ, നേതൃപാടവത്തിന്റെയും നീതിയുടെയും മകളുടെ ഉദാഹരണമായ മുത്തുനബിയുടെ പേരല്ലാതെ പിന്നെ എന്തു പേരാണ് താൻ തന്റെ കുഞ്ഞിനെടുക്കുക? പക്ഷേ ആ പേര് അദ്ദേഹത്തിന് അധികകാലം തുടരാൻ കഴിഞ്ഞില്ല. കുഞ്ഞു കാസിമിന് ബുദ്ധി ഉറക്കും മുമ്പേ അദ്ദേഹം നാദിലേക്ക് യാത്രയായി. ഇല്ല, പിതാവിന്റെ ദേഹവിയോഗം കുഞ്ഞിനെ ഒട്ടും ബാധിച്ചില്ല. ഇത്തിരി പോന്ന പ്രായത്തിൽ തന്നെ മുഹമ്മദ് ബിൻ കാസിം ബുദ്ധി വൈഭവം കൊണ്ടു ആയോധന കലകളിൽ മെയ് വയക്കം കൊണ്ടു കാഴ്ചക്കാരെ അമ്പരപ്പിച്ചു. അമവി ഭരണകാലത്തെ നാടിനെ മൊത്തം കിടുകിടാവിറപ്പിച്ച ഹജ്ജാജ് ബിൻ യൂസഫിന്റെ അനന്തരവനാണ് നമ്മുടെ കഥാനായകൻ. തൻ്റെ കൗമാരകാലത്ത് തന്നെ പേർഷ്യയുടെ ഗവർണർ ആവുകയും അവിടുത്തെ വിപ്ലവകാരികളെ മൊത്തം അടിച്ചമർത്തുകയും ചെയ്തു. പെട്ടെന്നാണ് ഒരു ദിവസം മുഹമ്മദ് ബിൻ കാസിമിന് ഹജ്ജാജിന്റെ ദർബാറിൽ നിന്നും ഒരു വിളി വരുന്നത്. എന്തിനാണെന്നല്ലേ? മുത്തായ കാസിം തങ്ങൾ സിന്ധാരെന്നല്ലോ. മുന്നേറ്റം ഹജ്ജാജിന് സൂറൂറായല്ലോ. ദീനിന്റെ അബ്വാബ് തുറക്കപ്പെട്ട് ആകെയും സന്തോഷം കൊണ്ടോളിവായല്ലോ. മുത്തായ കാസിം തങ്ങൾ സിന്ധാരെന്നല്ലോ. മുന്നേറ്റം ഹജ്ജാജിന് സൂറൂറായല്ലോ. ദീനിന്റെ അബ്വാബ് തുറക്കപ്പെട്ട് ആകെയും സന്തോഷം കൊണ്ടോളിവായല്ലോ. തൂഫും സാരി കോവർ പാറിൽ നിന്നും എടുക്കുന്നേ. ഔലാദും പിൻസൂചരിയെല്ലാം മസ്റ്റൂറാക്കിയെടുക്കുന്നേ. മുത്തായ കാസിം തങ്ങൾ സിന്ധാരെന്നല്ലോ. മുന്നേറ്റം ഹജ്ജാജിന് സൂറൂറായല്ലോ. ദീനിന്റെ അബ്വാബ് തുറക്കപ്പെട്ട് ആകെയും സന്തോഷം കൊണ്ടോളിവായല്ലോ. മുഹമ്മദ് ബിൻ കാസിം കൊട്ടാരത്തിലെത്തി ജിജ്ഞാസയോടെ ഹജ്ജാജിനോടായി ചോദിച്ചു, എന്താണല്ലോ അപ്പ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. സിലോണിലെ രാജാവ് നമുക്കയച്ച സമ്മാനങ്ങൾ അടങ്ങുന്ന കപ്പൽ സിന്ധിലെ കടൽ കൊള്ളക്കാർ കൊള്ളയടിച്ചിരിക്കുന്നു. കപ്പലിൽ സമ്മാനങ്ങൾക്ക് പുറമെ ശ്രീലങ്കയിൽ മരിച്ചു വീണ നമ്മുടെ ഭടന്മാരുടെ വിധവകളായ ഭാര്യമാരും അവരുടെ മക്കളുമുണ്ട്. അവരുടെ മേൽ കൈവയ്ക്കാൻ ഈ കള്ള കവറുകൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അതും അമവികൾ ഭരിക്കുന്ന ഈ കാലത്ത്. ഖലീഫ സിന്ധാത്തർ മുഹ്താറിൽ നിന്നുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. സൈന്യാധിപനായി നീ പോകണം എന്നാണ് എൻ്റെ കൽപ്പനയും. ഉത്തരവ് ലഭിച്ച ഉടൻ മുഹമ്മദ് ബിൻ കാസിം സിന്ധിലേക്ക് 6000-ഓളം വരുന്ന കുതിരപ്പടിയും
6000-ഓളം വരുന്ന കാലാൾപ്പടിയും 5 വമ്പൻ കവടകളുമായി മുസ്ലിം സൈന്യം സിന്ധിന്റെ അതിർത്തിയിൽ എത്തിയപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. എന്താണ് ആ കാഴ്ച? ചെങ്കോലും കയ്യിലേന്തി പടവാളെടുക്കലായി തൗഹീദിൻ മന്ത്രമാല യുദ്ധം സൂരൂരിലായി. ചെങ്കോലും കയ്യിലേന്തി പടവാളെടുക്കലായി തൗഹീദിൻ മന്ത്രമാല യുദ്ധം സൂരൂരിലായി. ഉച്ചത്തിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചോര കണ്ട് ഭൂമിയും തരിക്കലായി. ഉച്ച പോലെ പ്രകാശിക്കും കാസിം സിറാജരെ, ഉച്ച പോലെ പ്രകാശിക്കും കാസിം സിറാജരെ, ഉടയവന്റെ അമരമായി ഭരിക്കലായി. സിന്ധ് കൊല്ലും നീതിയും തളിർക്കലായി. സുന്ദരനും സുമുഖനുമായ ഒരു യുവാവ് മാറും വരെ ചൂരിപ്പിടിച്ച വാളുമായി സൈന്യത്തിന് മുമ്പിൽ നിൽക്കുന്നു. ആരാണത്? മറ്റാരുമായിരുന്നില്ല, മുഹമ്മദ് ബിൻ കാസിമാണത്. വൃദ്ധരും മധ്യവയസ്കരും യുവാക്കളും അടങ്ങുന്ന ഈ വമ്പൻ സൈന്യത്തെ നയിക്കുന്നത് ഈ ചെറുപ്രായക്കാരൻ. പലരും അന്തം വിട്ടു നോക്കി നിന്നു. മുഹമ്മദ് ബിൻ കാസിമിന്റെ പേര് അപ്രമാണികൾ താണ്ടിയിരുന്നെങ്കിലും അദ്ദേഹത്തെ കാണാത്തവരായിരുന്നു ഭൂരിഭാഗവും. പ്രായഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ അടങ്ങുന്ന ഈ വമ്പൻ സൈന്യം തൻ്റെ ഒരൊറ്റ ആജ്ഞ കൈ കാത്തിരിക്കുകയാണ്. എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹം തൻ്റെ പടവാൾ ആകാശത്തേക്ക് ഉയർത്തി ഉറക്കെ ആഹ്വാനം ചെയ്തു: ധീരന്മാരെ, ശത്രുപക്ഷത്ത് വലിയൊരു സൈന്യം തന്നെ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. എന്തു പ്രതിസന്ധി ഘട്ടത്തിലും തളരുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദുമായി മുന്നേറുക. ഈ യാത്രയിൽ നിങ്ങൾക്കുമൊപ്പം പടച്ച റബ്ബുമുണ്ട്. ജയിച്ചാൽ ധീരയോദ്ധാവ്, മരിച്ചാൽ ധീര ഷഹീദ്. അല്ലാഹു അക്ബർ. മുസ്ലിം സൈന്യം സിന്ധിന്റെ മുക്കും മൂലയിലേക്കും ഇരച്ചു കയറി. നിമിഷങ്ങൾക്കകം യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. വാളും പരിചയം ഏറ്റുമുട്ടുന്നതിന്റെ ഘോരമായ ശബ്ദം യുദ്ധത്തിന്റെ വീര്യം കൂട്ടി. കുതിരപ്പുറത്തിരുന്ന് തന്നെ മുഹമ്മദ് ബിൻ ഖാസിം അനായാസം മെയ്വഴക്കത്തോടെ അരിഞ്ഞു വീഴ്ത്തി. യുദ്ധം തുടങ്ങി അരനായിക പിന്നിട്ടതും ആളുകൾ കണ്ടത് ദേഹമാസകല മുറിവുകളുമായി ചോരയിൽ കുളിച്ചു നിൽക്കുന്ന മുഹമ്മദ് ബിൻ ഖാസിമിനെയാണ്. മുഹമ്മദ് ബിൻ ഖാസിം തൻ്റെ രക്തഭഗിതമായ ഉടുവാളുകൊണ്ട് യുദ്ധഭൂമിയിൽ പ്രാപ്തമായി നൃത്തമാടി. ശത്രുപക്ഷത്തെ പടക്കുതിരകളെ പിയുതെറിഞ്ഞുകൊണ്ട് പൂർവാധികം ശക്തിയോടെ മുന്നേറി. ഇതിനിടയിൽ തൻ്റെ മുഖ്യ എതിരാളിയായ ദാഹറിനെയും അദ്ദേഹം വകവരുത്തിയിരുന്നു. സിന്ധ് മുഴുവൻ മുസ്ലിമീങ്ങളുടെ അധീനതയിലായി. യുദ്ധാനന്തരം സിന്ധിലെ ഇസ്ലാമിനെ അംഗീകരിക്കുന്ന അന്യമതസ്ഥർക്ക് നികുതി നൽകി ജീവിക്കാമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. ലോകമെങ്ങും എത്തി നിൽക്കുന്ന ഇസ്ലാമിനെ സിന്ധും മനസ്സിലാക്കി തുടങ്ങി. ഇതിനിടയിൽ വലീദിന് ശേഷം ഖലീഫയായി വന്ന ഹജ്ജാജിന്റെ ബന്ധുവിയായിരുന്ന സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഹജ്ജാജിനോടുള്ള വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവുമെല്ലാം അദ്ദേഹം ഹജ്ജാജിന്റെ കുടുംബത്തോട് തീർത്തു. കൂട്ടത്തിൽ മുഹമ്മദ് ബിൻ ഖാസിമിനോട് സിന്ധിൽ നിന്നും മടങ്ങി വരാൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ടപാടെ സിന്ധുകാരെല്ലാവരും തരിച്ചുപോയി. എന്ത്, ഞങ്ങളുടെ ഗവർണർ ഞങ്ങളെ വിട്ട് പോവുകയാണെന്നോ? സിന്ധിനെ മൊത്തം കണ്ണീരിലായിക്കൊണ്ട് മുഹമ്മദ് ബിൻ ഖാസിം സിന്ധിൽ നിന്നും മടങ്ങി വരികയാണ്. ബഹറിൻ്റെ അലകളിൽ ഓളങ്ങൾക്ക് മർമരം, പടപ്പാട്ട് പാടിടുന്ന കാറ്റലേതു നൊമ്പരം. ബഹറിൻ്റെ അലകളിൽ ഓളങ്ങൾക്ക് മർമരം, പടപ്പാട്ട് പാടിടുന്ന കാറ്റലേതു നൊമ്പരം. ആലമിലാകയും അന്ന് ദുഃഖസാഗരം, സയ്യിദായ കാസിം തങ്ങൾ വേർപാടിൻ നൊമ്പരം. സയ്യിദായ കാസിം തങ്ങൾ വേർപാടിൻ നൊമ്പരം. ഡമസ്കസിലെത്തിയ മുഹമ്മദ് ബിൻ ഖാസിം കണ്ടത് ക്ഷുഭിതനായ ഖലീഫയെയാണ്. ഖലീഫ മുഹമ്മദ് ബിൻ ഖാസിമിനെ ബന്ദിയാക്കാൻ ആജ്ഞാപിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പേ അദ്ദേഹം കാരാഗ്രഹത്തിലെത്തി. അദ്ദേഹത്തെ മർദ്ദിക്കാനായി പ്രതിയും സാലിബ് ബിൻ അബ്ദുറഹ്മാനെ ഏൽപ്പിച്ചു. ദിനം പ്രതി അദ്ദേഹം ക്രൂരമായ മർദ്ദനമുറകൾക്കിരയായി. ഒരു സുബഹി സമയത്ത് അദ്ദേഹത്തെ വിളിച്ചുണർത്താൻ വന്ന നിറപുഞ്ചിരിയോടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
പക്ഷേ കാലം എത്ര കഴിഞ്ഞാലും അദ്ദേഹത്തെ ലോകം വാഴ്ത്തിക്കൊണ്ടേയിരിക്കും. അല്ലാഹു തആല നാളെ അദ്ദേഹത്തിനൊപ്പം നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഞങ്ങൾ നിർത്തുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.